വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ എക്സാംസ് ഒന്നും എഴുതാതെ എയർപോർട്ടിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 172ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ജനുവരി മാസത്തിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തിയിട്ട് അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് എങ്ങനെ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം, എത്രയാണ് ഏജ് ലിമിറ്റ്, എന്താണ് യോഗ്യത എന്നതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ ഫുൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. എയർ ഇന്ത്യയിൽ 172ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എക്സാം ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് എന്താണ് പോസ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. താല്പര്യമുള്ളവരെല്ലാം വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ട് ജോലി നേടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിൻ്റെ യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി പാസ്സായവർക്കും ഈ ഒരു എന്താണ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് 2 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് എയർ റിപ്പോർട്ടർ ഓഫീസർ സെക്യൂരിറ്റിയും ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റി എന്നീ 2 തസ്തികയിലേക്കാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം അപേക്ഷ സമർപ്പിച്ച തീയതി എന്ന് പറയുന്നത് എന്താണ് ഡിസംബർ 24-നാണ് ഇത് അവർ പബ്ലിഷ് ചെയ്തത്. അപ്പം 2025 ജനുവരി 6, 7, 8 ദിവസങ്ങളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും അവർ കൊടുത്തിട്ടുണ്ട്. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്, 2nd ഫ്ലോർ, GSD ബിൽഡിംഗ്, എയർ ഇന്ത്യ കോംപ്ലക്സ്, ടെർമിനൽ 2, IGI എയർപോർട്ട്, ന്യൂഡൽഹി 11-0037. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവിടെ ചെന്ന് വേണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ സാലറിയൊക്കെ നമ്മൾ എന്താണ് 29,760-നും 45,000-നും ഇടയ്ക്കായിരിക്കും സാലറി എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ എന്താണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററി റിക്രൂട്ട്മെൻറ്റാണ് അവർ നടത്തുന്നത്. അപ്പം താഴെ ഓരോ പോസ്റ്റിങ്ങിനും എത്ര വേക്കൻസി ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടോ. ഓഫീസർ സെക്യൂരിറ്റിക്കാണെങ്കിൽ 85-ഉം ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റിക്ക് 87-ഉം പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 172 പോസ്റ്റാണുള്ളത്. ഏജ് ലിമിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഓഫീസർ സെക്യൂരിറ്റിക്ക് 50-ഉം ജൂനിയർ ഓഫീസർ സെക്യൂരിറ്റിക്ക് 45-ഉമാണ് അവർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് പിന്നെ എന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റിയാണ്. നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിരിക്കണം, അതല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ള എന്തെങ്കിലും ബിരുദം വേണം. പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. പിന്നെ എന്താണ് മുൻപരിചയം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതിന് പുറമെ നമ്മൾ ഈ ഒരു എന്താണ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഫീസ് അടയ്ക്കേണ്ട കാര്യമുണ്ട്. 500 രൂപയാണ് കുറഞ്ഞ ഫീസ് എന്ന് പറയുന്നത്. 500 രൂപ അടച്ച് നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചെങ്കിൽ മാത്രമേ അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 6, 7, 8 ഈ 3 ദിവസങ്ങളിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കുമ്പോഴത്തേക്കിനും അവരൊരു ഡേറ്റ് കാണിക്കും. ആ ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെന്ന് ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കോണ്ടാക്റ്റിലൂടെയും അല്ലെങ്കിൽ മെയിൽ ID വഴി അവരെ അറിയിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.